അതെ, ഇന്ന് നമുക്ക് തായ് വെജ് റെഡ് കറി ഉണ്ടാക്കാം. റെഡ് കറി പേസ്റ്റ് ഉണ്ടാക്കി ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കറി ഉണ്ടാക്കാം. ബ്രിഞ്ചോൾ വെച്ചിട്ടാണ് ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ കുറച്ച് വെളുത്തുള്ളിയും സവോളയും ചില്ലി ഫ്ലേക്സും ചേർത്ത് ജസ്റ്റ് ആവിയിലൊന്ന് വേവിച്ച് വെച്ചു. ഈ കറി വെക്കാനായിട്ട് ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്ത് സ്ക്വയറായി ചോപ്പ് ചെയ്യാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് ഉള്ള ഒരു കറിയാണിത്. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. 1 പാൽ മാത്രം മതി ഈ കറിക്ക്. ഇനി വേണ്ടത് റെഡ് കറി പേസ്റ്റാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്നുള്ളത്. അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. മല്ലി, മുളക്, വെളുത്തുള്ളി, ഉണക്കച്ചെമ്മീൻ, നാരകത്തിൻ്റെ ഇല, ലെമൺ ഗ്രാസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇട്ട് ചെറുതായി വഴറ്റുക. ശേഷം റെഡ് കറി പേസ്റ്റ് 3 ടീസ്പൂൺ ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റുക. എന്നിട്ട് 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റുക. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ചേർത്ത് വഴറ്റുക. ഫ്ലെയിം ലോ ആക്കി വെക്കുക. ക്യാപ്സിക്കം വെന്തു പോകാതെ ഇരിക്കാനാണിത്. ഒന്ന് മൂടി വെച്ച് ആവി കയറ്റി എടുക്കാം. ശേഷം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടി ചേർത്ത് ഇളക്കുക. ഇത് ഒരു 5 വഴുതനങ്ങ, ഒരു ചെറിയ സവോളയും 2 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും കൂടി ചേർത്ത് ചെറുതായി വേവിച്ചതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. വഴുതനങ്ങ കുഴഞ്ഞു പോകാതിരിക്കാൻ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത്. ഇനി ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർക്കുകയാണ്. റെഡ് കറി പേസ്റ്റിന് നല്ല ഉപ്പുണ്ട്. അവസാനം പോരെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി 1 പാൽ ചേർത്ത് നന്നായി കറി ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കരുത്. ഉപ്പൊക്കെ കറക്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഫ്ലെയിം ഓഫ് ചെയ്ത് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കറി ചൂടോടുകൂടി സെർവ് ചെയ്യാം. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. കറി സെർവ് ചെയ്യുമ്പോൾ ബുൾസയും കൂടെ ചേർത്ത് വേണം സെർവ് ചെയ്യാൻ. ഇത് ചോറിൻ്റെ ഒപ്പവും വളരെ ടേസ്റ്റിയാണ്.